അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തിന് ശേഷം അപ്രതീക്ഷിതമായാണ് ഇറാന്റെ തിരിച്ചടി ഉണ്ടായത്. അത് ഇസ്രായേലിലേക്കായിരിക്കുമെന്നാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും കരുതിയത്. സ്വാഭാവികമായിട്ടും ഇറാന്റെ തിരിച്ചടി ആദ്യഘട്ടത്തിൽ ഇസ്രായേലിലേക്ക് തന്നെയായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഉള്ള മിഡിൽ ഈസ്റ്റിലെ മൊത്തം അമേരിക്കൻ ബേസ് ക്യാമ്പുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആക്രമണങ്ങൾ ഇപ്രാവശ്യം ഇറാൻ നടത്തി. നേരത്തെ അമേരിക്കയുടെ വലിയ യുദ്ധസന്നാഹങ്ങൾക്കിടയിൽ അമേരിക്കൻ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത്, ഇസ്രായേലി യുദ്ധപ്രഖ്യാപനങ്ങൾ വരുന്ന സമയത്ത് ഇറാൻ പറഞ്ഞിരുന്ന കാര്യമാണ്, ഏതെങ്കിലും രീതിയിലുള്ള അധിനിവേശങ്ങൾ ഇറാനു നേരെ നടത്തിയാൽ മേഖലയൊന്നാകെ യുദ്ധഭൂമിയായി മാറും. മേഖലയിലുള്ള മുഴുവൻ അമേരിക്കൻ സൈനിക താവളങ്ങളെയും രാജ്യങ്ങളിലുള്ള സ്ഥലങ്ങളെയും ലക്ഷ്യം വെക്കുമെന്ന് ഇറാൻ ആദ്യഘട്ടത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിൻ്റെ ആവർത്തനമാണ്, അതിൻ്റെ യാഥാർത്ഥ്യവൽക്കരണമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കണ്ടത്. കാരണം ഈ ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ടുള്ള ആക്രമണം ഇറാനിലേക്ക് നടത്തുന്നു. അവരുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച്, അത്യാധുനിക സന്നാഹങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ആക്രമണം ഇറാൻ അവരുടേതായ രീതിയിൽ അതിനെ ഡിഫൻസ് ചെയ്യുന്നു. പക്ഷേ പിന്നീട് ഇറാൻ നടത്തിയ തിരിച്ചടി എന്നുള്ളത് അത് കേവലം ഇസ്രായേലിലേക്കായിരുന്നില്ല, അത് മുഴുവൻ അറബ് രാജ്യങ്ങളിലേക്കും, മിഡിൽ ഈസ്റ്റിലുള്ള ഗൾഫ് റീജിയണിലെ മൊത്തം രാജ്യങ്ങളിലേക്കും വ്യാപകമായ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇറാൻ നടത്തിയത്. അപ്രതീക്ഷിതമായിരുന്നു ഈ തിരിച്ചടി എന്നുള്ളത്, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിൽ ഏറ്റവും പ്രധാനം ബഹ്റൈനിൽ നടത്തിയ ആക്രമണമാണ്. ഇത് വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കൻ സൈനികരുടെ മരണമടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ബഹ്റൈൻ എന്നുള്ളത് അവരുടെ 5ാം പടക്കപ്പൽ, അമേരിക്കയുടെ 5ാം പടക്കപ്പലിന്റെ പ്രവർത്തനം നടക്കുന്നത് ഈ ബഹ്റൈനിലെ നെവി വ്യോമത്താവളത്തിൽ വെച്ചാണ്. അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ മേഖലയിലെ വ്യോമത്താവളമാണ്. അവിടെയാണ് ഏറ്റവും വലിയ ആക്രമണം ഇറാൻ നടത്തിയത്. മറ്റൊന്ന് അൽ ഉദൈദ് എന്നുള്ളത് നേരത്തെ ഖത്തറിലുള്ള അമേരിക്കൻ വ്യോമത്താവളം. ഇത് നേരത്തെ ഉണ്ടായിരുന്ന 12 ദിന യുദ്ധത്തിൽ ഏറ്റവും അവസാനം ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഈ അൽ ഉദൈദ് വ്യോമത്താവളത്തെ ലക്ഷ്യം വെച്ചിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ, പ്രത്യേകിച്ചും അമേരിക്കയുടെ താട് സംവിധാനം പ്രവർത്തിക്കുന്ന ഒരു വ്യോമത്താവളമാണിത്. പക്ഷേ അതിനെയും മറികടന്നുകൊണ്ടുള്ള മിസൈലുകൾ അവിടെ പതിച്ചതായി വിവരങ്ങൾ വരുന്നുണ്ട്. അതായത് മേഖലയിലെ 2 തന്ത്രപ്രധാനമായ അമേരിക്കൻ വ്യോമത്താവളങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചു. മറ്റു 2-3 ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു രാജ്യങ്ങൾ, അതായത് നേരത്തെയൊന്നും ആക്രമണം നടത്താതെ UAE-യിലുള്ള അവരുടെ അബുദാബിയിലുള്ള എയർബേസസ്, കൂടാതെ ഇറാഖിലുള്ള എർബലിലുള്ള അമേരിക്കയുടെ എയർബേസസ്, അതോടൊപ്പം തന്നെ ഈ കുവൈറ്റിലും സൗദി അറേബ്യയിലുമുള്ള എയർബേസസ്, റിയാദിലടക്കമുള്ള സ്ഥലങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയുടെ മുഴുവൻ സൈനിക താവളങ്ങളും ഇപ്രാവശ്യം ഇറാന്റെ ലക്ഷ്യപരിധിയിൽ, മിസൈൽ പരിധിയിൽ വന്നു എന്നുള്ളതാണ്. അതായത് അമേരിക്കയും ഇസ്രായേലും ചേർത്ത് നടത്തിയ ആക്രമണത്തിന്റെ നിമിഷങ്ങൾക്കകം തിരിച്ചടി എന്നോണം ഈ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നതിനോടൊപ്പം തന്നെ അമേരിക്കയുടെ സൈനിക ബേസ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ രാജ്യങ്ങളും അവരുടെ വ്യോമാതിർത്തികൾ മറികടന്നുകൊണ്ട് ഇറാനിയൻ മിസൈലിന്റെ ലക്ഷ്യങ്ങളുടെ പരിധിയിൽ വന്നു എന്നതാണ്. ഇതിനെ അപലപിച്ചുകൊണ്ട് സൗദി അറേബ്യ രംഗത്ത് വന്നിട്ടുണ്ട്, മറ്റു അറബ് രാജ്യങ്ങളെ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ആക്രമണങ്ങൾ അറബ് രാജ്യങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ അറേബ്യൻ ഭരണകൂടത്തിനെതിരെയോ അല്ല, അവിടെ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈനിക ബേസ് ക്യാമ്പുകളെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത് എന്നതാണ്. അവിടെയുള്ള സിവിലിയൻസിനെയോ അവിടെയുള്ള പൗരസമൂഹത്തെയോ ഇറാൻ ലക്ഷ്യം വെക്കുന്നില്ല. തീർത്തും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും ലക്ഷ്യം വെക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇറാഖിലെ ഇർബിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈനിക താവളത്തിലും നാശനഷ്ടം ഉണ്ടായതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ 4 നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഇറാന്റെ മിസൈലുകൾ ഇവിടെ പതിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഇത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, നിരവധി ഇന്ത്യക്കാർ താമസിക്കുന്ന, നിരവധി ഇന്ത്യക്കാർ അവരുടെ
നിത്യ വരുമാന ജീവിത മാർഗം കണ്ടെത്തുന്ന രാജ്യങ്ങളാണ് ഈ മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആശങ്കയോടുകൂടിയാണ് ഈ ആക്രമണത്തെ കാണുന്നത്. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇനി എന്ത് നടപടിയെടുക്കും എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ ഇറാൻ എന്നുള്ളത് അവരുടെ ആത്യന്തികമായിട്ടുള്ള അവസാന യുദ്ധം എന്നുള്ള നിലക്കാണ് ഈ യുദ്ധത്തെ കാണുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന യുദ്ധങ്ങളെ പോലെ പരിമിതമായ ആക്രമണങ്ങളിൽ ഇത് ഒതുങ്ങുന്നില്ല എന്ന് ആദ്യം തന്നെ അവർ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ മേഖലയിൽ ഒന്നാകെയുള്ള യുദ്ധമായിരിക്കുമെന്ന് അവർ ആദ്യം തന്നെ പറഞ്ഞതാണ്. മേഖലാ യുദ്ധമായി ഇത് മാറുമെന്ന് പറഞ്ഞതാണ്. ഒരു തീപ്പൊരി പൂണാൽ അതൊരു തീഗോളമായി തീപന്തമായി മാറുമെന്ന് തന്നെ ഇറാൻ നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ അറബ് രാജ്യങ്ങളെയൊക്കെ ഖത്തറിനെയും ബഹ്റൈനെയും സൗദി അറേബ്യയെയും UAEയും ഒക്കെ ഇറാൻ നേരത്തെ ബന്ധപ്പെട്ട് പറഞ്ഞതാണ്, നിങ്ങളുടെ വ്യോമാതിർത്തിയിൽ നിന്നും ഞങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവാൻ പാടില്ല, നിങ്ങളുടെ രാജ്യത്തെ സൈനിക താവളങ്ങൾ ഉപയോഗപ്പെടുത്തി ഞങ്ങളെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങൾക്ക് വ്യോമത്താവളങ്ങളോ നിങ്ങളുടെ ആ വ്യോമ പരിധിയോ വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അമേരിക്ക ഈ രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് അമേരിക്കയുമായിട്ട് സമ്മർദ്ദത്തിൽ ഉണ്ടാക്കി ആക്രമണങ്ങൾ വൈകിപ്പിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ ശ്രമിച്ചു. പക്ഷെ ഒരു നിലക്കും ഇസ്രായേൽ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇസ്രായേലി തീരുമാനപ്രകാരം അമേരിക്കയും യുദ്ധത്തോടൊപ്പം നിന്നു. ഈ രാജ്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമണമാണ് ഇറാനിലേക്ക് നടത്തിയത്. തൊട്ടുടനെ തന്നെ ഇറാൻ കടലിൽ നിന്നും മരുഭൂമിയിൽ നിന്നും ഒരേപോലെ ഇറാനിന്റെ വിവിധ മേഖലകളിലുള്ള മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കനത്ത ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്. അതിശക്തമായ ആക്രമണത്തിൽ യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റ് വിറച്ചു എന്ന് തന്നെ പറയാം. മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, ലോകം തന്നെ വിറപ്പിച്ച മണിക്കൂറുകളാണ് കടന്നുപോയത്. കാരണം ലോകത്തുള്ള രാജ്യങ്ങളും അല്ലെങ്കിൽ ജനങ്ങളും അല്ലെങ്കിൽ ലോക സമൂഹത്തെ എടുത്താൽ ഇത്തരത്തിലുള്ള മിഡിൽ ഈസ്റ്റ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് ഹബ്ബാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണയുടെ ഉൽപാദനം നടക്കുന്ന മേഖലയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരിടത്ത് ഇത്രയും വലിയ ആക്രമണം ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്കും ഇടയില്ലാത്ത വിധം, അതായത് ഈ ആക്രമണം നമ്മൾ സസൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതായിരുന്നു. ഇറാനിന്റെ വിവിധങ്ങളായ സൈനിക കമാൻഡർമാർക്ക് ഈ നിർദ്ദേശം ഔദ്യോഗികമായിട്ട് പരമോന്നത നേതാവും അതുപോലെ തന്നെ ഇറാനിന്റെ ഔദ്യോഗിക ഭരണകൂട സംവിധാനങ്ങളും നേരത്തെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ ആക്രമണം ഇസ്രായേൽ നടത്തിയ ഉടനെ തന്നെ ഇത്തരത്തിലുള്ള കനത്ത വ്യോമാക്രമണം ഈ മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ രാജ്യങ്ങളിലും നടത്തിയത്. ബഹ്റൈൻ, ഖത്തർ, UAE, സൗദി അറേബ്യ, കുവൈത്ത് തുടങ്ങിയ ഇറാഖ് അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളിലും ഈ ആക്രമണത്തിന്റെ തോത് എന്നുള്ളത് കനത്തതായിരുന്നു. ഇനിയും ആക്രമണങ്ങൾ തുടരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനിയും വരും ദിവസങ്ങളിലെ ഇത്തരം ഈ രാജ്യങ്ങളുടെ വ്യോമാതിർത്തികൾ ഉപയോഗിച്ചാൽ വീണ്ടും ഇറാൻ അത്തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളെയൊക്കെ തളർത്തുന്ന രീതിയിൽ, പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ഈ രാജ്യങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ഇറാൻ ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളിൽ നടത്തിയത്. ഇത് തീർത്തും സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചാണെന്ന് ഇറാൻ പറയുന്നുണ്ട്. സിവിൽ സമൂഹത്തെയോ ജനസമൂഹത്തെയോ ഇതിൽ ലക്ഷ്യം വെക്കുന്നില്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് അറബ് രാജ്യങ്ങളാണ്. ഇനിയും ഇറാന് മേലുള്ള ആക്രമണങ്ങൾക്ക് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ അവരുടെ വ്യോമപരിധി വിട്ടു നൽകിയാൽ വീണ്ടും തിരിച്ചടി ഉണ്ടാവുകയും ഈ രാജ്യങ്ങളൊന്നാകെ ഈ ആക്രമണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇന്ത്യക്കാർ ജോലിയെടുക്കുന്ന രാജ്യം എന്നുള്ളതിലേക്ക് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയായി പോലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നിലവിൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്നുള്ളത്.